മോഹൻലാലിൻ്റെ നടക്കാതെ പോയൊരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ മകൻ പ്രണവ് മോഹൻലാൽ തയ്യാറായിരിക്കുന്നു. ഇതേക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛനും അമ്മയ്ക്കും ചില ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന മക്കളെക്കുറിച്ച് പറയുമ്പോൾ ചിലരുടെ കണ്ണുകൾ നിറയും. എൻ്റെ ആഗ്രഹം അവൻ സാധിച്ചു തന്നിരിക്കുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ചില ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. അതേക്കുറിച്ച് നമ്മൾ പറയാൻ കാരണം പ്രണവ് മോഹൻലാലിൻ്റെ യാത്രകളാണ്. ആ യാത്രകൾക്ക് ഒരു സാധാരണ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളല്ല, സാധാരണ മനുഷ്യൻ്റെ പരിവേഷവും കാഴ്ചപ്പാടുകൾ വിശാലവുമായിരിക്കും ആലോചിക്കണം. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുമായിട്ടാണ് മോഹൻലാൽ സുചിത്രയുടെ മകൻ പ്രണവ് മോഹൻലാൽ യാത്രകൾ തുടരുന്നത്. ആദ്യ യാത്രകൾ ഭാരതം മാത്രമായിരുന്നെങ്കിൽ, ഇന്ത്യയിലുടനീളമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ആലോചിക്കണം. എന്തു പറ്റി ചെറുപ്പക്കാരന് എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തു പറ്റി എന്നുള്ള ചോദ്യം മോശമായ രീതിയിലല്ല. ഏറ്റവും നല്ല ബാലനടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കുട്ടി പിന്നീട് അസിസ്റ്റന്റ് ഡയറക്ടറായി, നായക നടനായി അഭിനയിച്ചു. ആക്ഷൻ രംഗങ്ങളിൽ മോഹൻലാലിനെ വെല്ലും വിധം അഭിനയിച്ചു. പടങ്ങൾ ഹിറ്റായി. ആ പടങ്ങൾ ഹിറ്റായി എന്ന് പറയുമ്പോൾ ഹൃദയം പോലുള്ള സിനിമകൾ, ആദി പോലുള്ള സിനിമകൾ, പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമകൾ, ഇങ്ങനെയുള്ള സിനിമകളിൽ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച് ആ ചെറുപ്പക്കാരൻ തുടരെ തുടരെ അഭിനയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. എത്ര സിനിമകൾ വേണമെങ്കിലും, ഏത് ഭാഷാ സിനിമകൾ വേണമെങ്കിലും അഭിനയിക്കാം, നിർമ്മിക്കാം. അതിനുള്ള സാഹചര്യമുണ്ടെന്ന് ആലോചിക്കണം. അവിടെ ആൻ്റണി പെരുമ്പാവൂർ എന്നുള്ള വമ്പൻ പ്രൊഡ്യൂസറുണ്ട്, മോഹൻലാൽ എന്നുള്ള സൂപ്പർ നടനുണ്ട്, അവരുടെ അഭ്യുദയകാംക്ഷികളുണ്ട്. അവരിന്ന് യെസ് മൂളിയാൽ എവിടെ വേണമെങ്കിലും ഈ പ്രണവ് മോഹൻലാലിനെത്താം. എന്നിട്ടും പ്രണവ് മോഹൻലാൽ അഭിനയ രംഗത്ത് അധികം താല്പര്യം കാണിക്കുന്നില്ല. ഒരു സിനിമയിൽ അഭിനയിച്ച് ആ പ്രതിഫലം കണക്ക് പറയാതെ വാങ്ങി സ്ഥലം വിടുന്നു. കാലിൽ ചെരുപ്പില്ല, വസ്ത്രത്തിൽ ശ്രദ്ധയില്ല, ഭക്ഷണത്തിൽ ശ്രദ്ധയില്ല, കിടക്കുന്ന സ്ഥല ശ്രദ്ധയില്ല, കിട്ടുന്നത് ഭക്ഷിക്കുന്നു, കിട്ടുന്ന സൗകര്യം ഉപയോഗിച്ച് താമസിക്കുന്നു. അങ്ങനെ എവിടെ പ്രൊഡക്ഷനിലായാലും ഷൂട്ടിംഗ് സ്ഥലത്തായാലും എല്ലായിടത്തും അങ്ങനെ തന്നെ ആലോചിക്കണം. ഇതെന്തു പറ്റി? ഈ മോഹൻലാൽ എന്താ ഇതിൽ ഇടപെടാത്തത്? സുജിത്ത് എന്താ ഇതിൽ ഇടപെടാത്തത്? ഇങ്ങനെയാണോ മകൻ വളരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മോഹൻലാലിൻ്റെ മറുപടി എന്താ? അവൻ്റെ ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ അച്ഛനും അമ്മയ്ക്കും ചിന്തിക്കാനുള്ളത് എന്താ? പ്രൊഫഷണലിൽ അവൻ വളരട്ടെ എന്നുള്ളതാണ്. എന്താണ് പ്രണവ് മോഹൻലാലിൻ്റെ പ്രൊഫഷൻ ഇപ്പോൾ? അഭിനയമല്ലേ? അതോ സംവിധാനമാണോ? ഈ രംഗത്ത് ആര് സിനിമാ കുടുംബമാണെന്ന് ആലോചിക്കണം. സിനിമാ കുടുംബമാണെന്ന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ ഭാര്യയുടെ അച്ഛൻ, സുചിത്രയുടെ അച്ഛൻ ബഹുഭാഷകളിൽ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളാണ്. കെ ബാലാജി എന്ന പേര് വളരെ പ്രശസ്തമാണ്. നടനാണ്, നിർമ്മാതാവാണ്, വിതരണ കമ്പനിയാണെന്ന് ആലോചിക്കണം അല്ലേ? വമ്പൻ താരങ്ങൾ അഭിനയിപ്പിച്ച നിർമ്മാതാവ് കൂടിയാണ്. അങ്ങനെയുള്ളൊരു സിനിമാ കുടുംബത്തിൽ സുചിത്രയുടെ സഹോദരൻ സിനിമാ നിർമ്മാതാവാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള കുടുംബത്തിൽ ഇപ്പോൾ ഇവിടെയും വന്നു പെടുമ്പോൾ പ്രണവ് മോഹൻലാൽ ആരായിത്തീരും? നടനോ സംവിധായകനോ ആകേണ്ടതല്ലേ? അല്ലാതെ ഈ ഇന്ത്യ മുഴുവൻ ഇന്ത്യ വിട്ട് ഇപ്പം ഇപ്പോൾ ഇവിടെ സ്പെയിനിലാണ് ചെന്നിരിക്കുന്നത് ആലോചിക്കണം. കുറേ കാലമായി പ്രണവ് മോഹൻലാലിനെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചവർക്ക് മറുപടി നൽകാൻ മോഹൻലാലിൻ്റെ ഭാര്യ, അതായത് പ്രണവിൻ്റെ അമ്മ സുചിത്ര വേണ്ടി വന്നു. എൻ്റെ മകൻ സ്പെയിനിലാണിപ്പോൾ, അവിടെ കാഴ്ചകൾ കണ്ട് ഹോട്ടലിൽ ജോലി ചെയ്ത് ശമ്പളമില്ല, ആഹാരത്തിനും താമസത്തിനും അങ്ങനെ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സുചിത്ര മോഹൻലാലിന് പറയേണ്ടി വന്നു.
അപ്പോഴാണ് ജനം ചോദിക്കുന്നത്, എന്ത് പറ്റി ഈ ചെറുപ്പക്കാരന്? ഇങ്ങനെയാണോ മോഹൻലാലിൻ്റെ മകൻ വളരേണ്ടത്? ഇങ്ങനെയാണോ കെ ബാലാജിയുടെ പേരക്കുട്ടി വളരേണ്ടത് എന്ന് ചോദിക്കുന്നു. കാരണം വയസ്സ് 34 എന്ന് കണക്ക് കൂട്ടുന്നവർ ചോദിക്കുന്നു, അപ്പോൾ ഒരു വൈവാഹിക ജീവിതം വേണ്ടേ എന്നുള്ളത്. മോഹൻലാലിനും സുചിത്രയ്ക്കും പേരക്കുട്ടികളെ ലാളിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. ആ കുട്ടിക്ക്, ആ ചെറുപ്പക്കാരന് സഞ്ചാരമാണ് താല്പര്യം. ഒരു സഞ്ചാരപ്രിയൻ എന്ന് പറഞ്ഞാൽ സഞ്ചാരത്തിൽ ആ നോട്ടുകൾ കുറിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു പുസ്തകം എഴുതല്ല. അതല്ല, അനുഭവങ്ങൾ തേടിയുള്ള യാത്രയാണെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ, നല്ലതാണ്. ഈ അനുഭവങ്ങൾക്കിടയിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഗൃഹസ്ഥാശ്രമത്തിലേക്കെങ്കിലും പോകേണ്ടതല്ലേ എന്നുള്ളതാണ്. അപ്പോഴാണ് ചിലരൊക്കെ ചോദിക്കുന്നത്, മോഹൻലാലിൻ്റെ ആ ഒരു ആഗ്രഹമുണ്ട്, സഫലീകരിക്കാത്തൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയാണോ പ്രണവ് മോഹൻലാൽ പോകുന്നത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, മോഹൻലാലിനോ സഫലീകരിക്കാത്ത ആഗ്രഹം? അങ്ങനെ ഒരു ആഗ്രഹം മോഹൻലാലിനുണ്ടോ? മോഹൻലാൽ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ? ഏറ്റവും അവസാനമായി സിനിമ സംവിധാനം ചെയ്യാനൊരാഗ്രഹം പെട്ടെന്നുണ്ടായി. അത് സഫലീകരിക്കാൻ വേണ്ടി ആ പടം സിനിമ ചെയ്തു. അതൊരു 3D സിനിമയാണ്, കുട്ടികളുടെ 3D സിനിമയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്ത സിനിമയാണ്. അത് മോഹൻലാൽ ചെയ്തു. പിന്നെ എന്താണ് മോഹൻലാലിന് സഫലീകരിക്കാത്ത ആഗ്രഹമെന്ന് ചോദിച്ചവർക്ക് എനിക്കറിയാവുന്നൊരു സഫലീകരിക്കാത്ത ആഗ്രഹമുണ്ടെന്ന് ആലോചിക്കണം. അതായത് പത്മരാജൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങളന്ന് ലൊക്കേഷനിലുണ്ട്. ആ സംസാരിച്ച കൂട്ടത്തിൽ മോഹൻലാൽ പപ്പേട്ടാ, നമുക്ക് ഈ സിനിമ കഴിഞ്ഞാൽ നമുക്കൊരു യാത്രയ്ക്ക് പോകാം. ഓക്കെ, ഞാൻ റെഡി. യാത്ര എന്ന് പറഞ്ഞാൽ ഭാരത പര്യടനം. ആ ഭാരത പര്യടനത്തിൽ പോകാമെന്ന് പറയുമ്പോൾ പത്മരാജൻ എന്നുള്ള റൈറ്റർ സംവിധാനം സമ്മതിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു യാത്ര പോകാൻ തീരുമാനിക്കുന്നു. ആ യാത്ര പുറപ്പെടുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ പറയുന്നു, ഈ യാത്ര പോകുമ്പോൾ പപ്പേട്ടാ, ഞാൻ തിരിച്ചു വരില്ല. നീ എവിടെ പോകുന്നു? ഞാനിങ്ങനെ ഭാരതത്തിൽ സഞ്ചരിച്ചുകൊണ്ട്, ഹിമാലയത്തിൽ തപസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. അന്ന് മോഹൻലാൽ വിവാഹിതനായിട്ടില്ല എന്നാലോചിക്കണം. അവിടെ പത്മരാജന് വലിയൊരു തെറ്റ് കാണുന്നു. ഈ ചെറുപ്പക്കാരൻ പോയാൽ അവൻ്റെ ജീവിതം സന്യാസ ജീവിതത്തിലേക്ക് ഹോമിക്കപ്പെടേണ്ട ജീവിതമല്ല എന്ന് മനസ്സിലാക്കുന്നു. വലിയൊരു നടനാകേണ്ടവരാണ്, കലാലോകത്തിന് പ്രിയപ്പെട്ടവരാകേണ്ട ഒരുത്തൻ അങ്ങനെ തൻ്റെ ശിഷ്ടജീവിതം സന്യാസ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അതിന് താൻ നിമിത്തമാക്കാൻ പാടില്ല എന്ന് പത്മരാജൻ തീരുമാനിക്കുന്നു. അതോടെ ആ യാത്ര പത്മരാജൻ ക്യാൻസൽ ചെയ്യുന്നു. പത്മരാജൻ ക്യാൻസൽ ചെയ്തെങ്കിലും മോഹൻലാൽ തൻ്റെ ഭാരത പര്യടനവും ഈ ഹിമാലയ യാത്രയും എല്ലാം തീരുമാനിക്കുന്നു. അതിനിടയിലാണ് എവിടെയോ ഒരു ട്വിസ്റ്റുണ്ടായി. ആ ട്വിസ്റ്റാണ് സുചിത്ര എന്നുള്ള യുവതി എന്നാലോചിക്കണം. കെ ബാലാജിയുടെ മകള്. ഇരുവരും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അതിന് പ്രണയമാകുന്നു. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു, കല്യാണം കഴിക്കുന്നു. മോഹൻലാൽ തൻ്റെ ഹിമാലയ യാത്ര, ആ സന്യാസ ജീവിതം പാടെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. മാറി മറിഞ്ഞ്, അറിഞ്ഞോ അറിയാതെയോ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ ആ ജീവിത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയാനകമായ കാഴ്ചപ്പാട് വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സുഹൃത്തുക്കളിൽ, വീട്ടുകാർക്കിടയിൽ എല്ലാം ഒരു വല്ലാത്ത അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ പോയാൽ പോരാ. പ്രണവ് മോഹൻലാൽ സ്പെയിനിൽ നിന്ന് തിരിച്ചു വന്നാൽ വിവാഹിതരാക്കണം. അഭിനയിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ലോക പരിചയം വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യക്ക് ഏറ്റവും നല്ല ഒരു സംവിധാനം ലഭിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇവിടെ തളച്ചിടണം. ഈ 34 വയസ്സ് ഇനി വിട്ട് പോയാൽ പറ്റില്ല. ഒരു വിവാഹത്തിലൂടെ ഈ ചെറുപ്പക്കാരൻ തളച്ചിടണം. കാരണം പ്രണവിനെ സ്നേഹിച്ച ഒത്തിരി യുവതികളുണ്ടെന്ന് ആലോചിക്കണം. പ്രണവ് ആരെയും പ്രണയിച്ചിട്ടില്ല. ഒരു കുടുംബക്കാർ തീരുമാനിച്ചോ പ്രണവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയോ എങ്ങനെയെങ്കിലും ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രണവിനെ തളച്ചിടണമെന്ന് വേണ്ടപ്പെട്ടവർ, അടുത്തവർ മോഹൻലാൽ ഉപദേശിക്കുന്നു. സുചിത്രയ്ക്ക് എല്ലാവരും ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് തീരുമാനമെടുക്കും, പ്രണവിൻ്റെ അഭിപ്രായം എന്തായിരിക്കും എന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പ്രണവ് സ്പെയിനിൽ തിരിച്ചു വരട്ടെ. തിരിച്ചു വന്നാൽ ഒരു കുടുംബ ജീവിതത്തിൽ തളച്ചിടേണ്ടത് അത്യാവശ്യമാണ്. ഒരു സന്യാസ ജീവിതം ആർക്കും പറ്റും, ഒരു കുടുംബജീവിതം തളച്ചിടണം. പത്മരാജൻ പറഞ്ഞതുപോലെ മോഹൻലാൽ വലിയ നടനാകേണ്ടതാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറയാം, പ്രണവ് മോഹൻലാൽ ഒരു നല്ല നടനായില്ലെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാം ഏറ്റവും ബെസ്റ്റ് ഡയറക്ടറായി തീരുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു.